നമസ്കാരം. ഹാപ്പി ഇൻഡിപെൻഡന്റ് ഡേ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് സ്റ്റുഡൻസ്. ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ 1981 മുതൽ അക്കൗണ്ടൻസി, ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ, ഫിനാൻഷ്യൽ അക്കൗണ്ട് അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആയിരം സ്റ്റുഡൻസ് പഠിച്ചു പോയിട്ടുണ്ട്. അവരെല്ലാം നല്ല പദവിയിലും നല്ല സ്ഥാനത്തും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉയർന്ന പദവിയിലുള്ളവരുണ്ട്, ബാങ്ക് മാനേജർ, ഓഡിറ്റർ, പിന്നെ വലിയ വലിയ കമ്പനിയിലെ MDs, ക്ലർക്കുമാര്, അക്കൗണ്ടിങ്, ഫോറിനിലെ, ഗൾഫിലെ ഒക്കെ ഒരുപാട് പേര്, ചുരുക്കം പറഞ്ഞാൽ ഒരു 3000 പേർക്ക് മേലെ പഠിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ തുടക്കം മുതൽ അവർക്ക് ഈ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ അക്കൗണ്ടൻസി വലിയ ചാപ്റ്ററല്ല ഉദ്ദേശിക്കുന്നത്, തുടക്കം മുതൽ തന്നെ അത് എന്താണ് എന്നുള്ളത് എന്നെക്കൊണ്ട് കഴിയണത് മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി, തീരെ ഒന്നും അറിയാത്തവർക്ക് പോലും, മാത്തമാറ്റിക്സോ കാൽക്കുലേഷനോ തീരെ അറിയാത്തവർക്ക് പോലും അത് എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിച്ചു പോയിരുന്നു. അപ്പോ അതേ മെത്തേഡിൽ ഇനിയും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പഠിപ്പിക്കണമെന്ന് മുമ്പ് പഠിച്ച ഒരുപാട് സ്റ്റുഡൻസ് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. അപ്പൊ അതിനെ തുടർന്ന് ഇന്ന് സ്വാതന്ത്ര്യ ദിനമായിട്ട്, ഇൻഡിപെൻഡന്റ് ഡേ ആയിട്ട് ഒരു നല്ല ഐശ്വര്യത്തോടു കൂടി, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തുടങ്ങുകയാണ്. മെയിനായിട്ട് തുടക്കക്കാർക്കും എന്ന് പറഞ്ഞാൽ +1, അതേപോലെ +2, പിന്നെ അക്കൗണ്ടൻസി ഏതെല്ലാം കോഴ്സുകൾക്ക് അക്കൗണ്ടൻസി ഉണ്ടോ അവർക്കെല്ലാം ഇത് വളരെ പ്രയോജനകരമായി തീരട്ടെ എന്നുള്ള ഒരു ആത്മാർത്ഥതയോടുകൂടിയാണ് ഞാനിത് ഈശ്വരനെ പ്രാർത്ഥിച്ച് തുടങ്ങുന്നത്. വേറെ പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല. അവർക്ക് നല്ലോണം അത് മനസ്സിലായി പ്രയോജനകരമാവട്ടെ എന്നുള്ളത് മാത്രമാണ്. അപ്പോ ഞാൻ എടുക്കുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ എടുക്കുന്ന ആ പാർട്ടിൽ എന്തെല്ലാം നിങ്ങൾക്ക് സംശയമുണ്ടോ അത് ചോദിക്കുക. പെട്ടെന്ന് അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഭാഗം പെർഫെക്റ്റ് ആകാൻ വേണ്ടി, അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ അതിനെ ക്ലിയർ ചെയ്തു കൊടുക്കുന്നതാണ്. അതാണ് മെയിൻ ലക്ഷ്യം. നല്ലപോലെ മനസ്സിലാക്കി തന്നിട്ടേ മുന്നോട്ട് പോകുള്ളൂ. അങ്ങനെ തന്നെ ആയിരുന്നു ഇത്ര കൊല്ലം. 40ാമത്തെ കൊല്ലാണിത്. ഒരു 10-22 കൊല്ലം എല്ലാവരും പഠിച്ചിരുന്നു ക്ലാസ്. പിന്നെ ഇടയ്ക്കിടെ ഈ ക്ലാസ് നല്ല താല്പര്യമുള്ളവർക്കും ആവശ്യപ്പെടുന്നവർക്കും എടുത്തു കൊടുക്കാറുണ്ട്. അപ്പൊ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഒന്ന് തുടങ്ങാന്നുള്ള ഒരു ഐഡിയ ഇവരെല്ലാം ആവശ്യപ്പെട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്. അത് എന്നെ കൊണ്ട് കഴിയുന്നത് ആത്മാർത്ഥമായിട്ട് ഓരോ ഭാഗവും എവരി നോക്ക് ആൻഡ് കോർണർ വളരെ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. നിങ്ങളും അത് ആത്മാർത്ഥമായിട്ട് വളരെ താല്പര്യത്തോടു കൂടി അത് ഫോളോ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് നല്ല താല്പര്യം തോന്നുകയാണെങ്കിൽ, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടാവുമല്ലോ, അവർ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് അത് പ്രയോജനകരമായി തീരട്ടെ. എല്ലാവർക്കും അത് പ്രയോജനകരം. വേറെ
ഫ്യൂച്ചറിൽ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്നൊന്നും ഞാൻ നോക്കണേ ഇല്ല. അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല. ഇത് സക്സസ്ഫുള്ളായി എല്ലാ സ്റ്റുഡൻസിനും ഓഫീസിൽ വർക്ക് ചെയ്യണം, കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യണമൊക്കെ വലിയ വലിയ എത്രയോ പഠിച്ചവരുണ്ട്. അക്കൗണ്ടൻസി മെയിനായി എടുക്കാത്ത സബ്ജക്റ്റുകാരൊക്കെ ഉണ്ട്. അവർക്ക് എന്താ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യേണ്ടി വരുന്നുമുണ്ട്. അപ്പൊ അവർക്കും എല്ലാവർക്കും ആർക്കൊക്കെ വേണം എല്ലാവർക്കും. പിന്നെ മുമ്പ് പഠിച്ച ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും. അവരൊക്കെ വലിയ ജോലിയിലും ഉണ്ട്. പിന്നെ അവർക്ക് മക്കളുണ്ട് കോമേഴ്സ് ഗ്രൂപ്പ് എടുത്തത്. അവർക്ക് എല്ലാ തരക്കാർക്കും ഇത് പ്രയോജനകരമാകട്ടെ എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. വലിയ മലയാളം സാഹിത്യം പറഞ്ഞൊന്നും ഞാൻ പഠിപ്പിച്ചിരുന്നില്ല. ആ പ്രോബ്ലം എളുപ്പം സോൾവ് ചെയ്യാനുള്ള ഈസിയസ്റ്റ് വേ, എളുപ്പ വഴി അത് പറഞ്ഞു തന്ന് ധരിപ്പിച്ച് ചെയ്യിപ്പിക്കലായിരുന്നു മലയാളം. പിന്നെ തമിഴിനായതുകൊണ്ട് മലയാളം ഒന്നും എനിക്ക് ആദ്യം അറിഞ്ഞിരുന്നില്ല. പിന്നെ ഇംഗ്ലീഷ് പറയേണ്ട ആവശ്യമില്ല. സ്പോക്കൺ ഇംഗ്ലീഷ് സെന്റർ എന്ന് പറഞ്ഞൊരു 10-25 കൊല്ലമൊക്കെ ഞാൻ നടത്തിയിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇംഗ്ലീഷ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് മലയാളം സംസാരിക്കുന്ന മലയാളികൾക്ക് ഇത് ഒരു ഗുണം ചെയ്യട്ടെ. അല്ലാത്തവർക്കും ഇംഗ്ലീഷൊക്കെ ഇടയ്ക്ക് പറയും പഠിപ്പിക്കുമ്പോ. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏതായാലും ഡബിൾ എൻട്രിയിലെ ആ തുടക്കം പ്രിലിമിനറി എന്താണെന്ന് ഞാൻ ഈ എപ്പിസോഡിൽ തുടങ്ങി വയ്ക്കാം. അതെല്ലാവരും ശ്രദ്ധിച്ച് വീണ്ടും വീണ്ടും കേട്ട് അത് പെർഫെക്റ്റ് ആക്കുക. ഇപ്പോൾ തൽക്കാലം ആഴ്ചയ്ക്ക് ഒരു ദിവസം ഞായറാഴ്ച എപ്പിസോഡ് അയക്കാന്നാണ്. അത് എത്ര മണിക്ക് ക്ലാസ് എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 10 മണിക്ക് ക്ലാസ്. മാക്സിമം ഒരു 20-25 മിനിറ്റ്സ്. അത് റെഗുലറായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്കറിയാം. അത് വേണ്ട പോലെ ശ്രദ്ധിക്കൂ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഞാനത് തുടങ്ങി വയ്ക്കുകയാണ്. ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ എന്താന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഉദാഹരണം, നമ്മൾ എല്ലാ ബിസിനസ്സിലും അക്കൗണ്ട് എഴുതുന്നുണ്ട്. അതിലെ സോൾ ട്രേഡർ, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, അതൊന്നും പറഞ്ഞ് പേടിക്കേണ്ട. ഒന്നുമില്ല. ഒറ്റയ്ക്ക് ഇത് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ തീരെ പേടിക്കണ കുട്ടികൾ, ഇല്ലെങ്കിൽ കണക്കിൽ വളരെ മോശമായ കുട്ടികൾ, അല്ലെങ്കിൽ ഇത് എനിക്ക് മനസ്സിലാവോ എന്നുള്ള സംശയമുള്ള കുട്ടികൾക്കൊക്കെ ഫ്രീ ആയിട്ട്, മനസ്സ് ഫ്രീ ആയിട്ട്, വളരെ ഒരു ടെൻഷനും ഇല്ലാതെ അവര് ശ്രദ്ധിച്ച് പഠിച്ച് നല്ല ഫുൾ മാർക്ക്, എല്ലാം സെന്റം മാർക്ക് 100-90 മേലെ, അങ്ങനെ മോശമായാലും 70. ഇനി അങ്ങനെ വളരെ ഇറഗുലറായ സ്റ്റുഡൻസിനൊക്കെ എന്താണ് ഇറഗുലറാണ് ശരിക്കും ശ്രദ്ധിക്കില്ല. അവരും ജയിച്ചു പോയിരുന്നു. മാത്രമല്ല അവർക്ക് നല്ല മനസ്സിലായിരുന്നു, അക്കൗണ്ടൻസി എന്താണെന്ന് മനസ്സിലായിരുന്നു എന്നാണ് അവർ എന്നോട് പറഞ്ഞ് എപ്പോഴും. എല്ലാം എവിടെ വന്നിട്ടാ സാർ എല്ലാം മനസ്സിലായത് എന്ന് പറഞ്ഞ് എനിക്കൊക്കെ അതിലൊക്കെ അഭിമാനം ഉണ്ടായിരുന്നു. ആ അഭിമാനം തന്നെയാണ് ഇതേ തൊഴിൽ കണ്ടിന്യൂ ചെയ്തിട്ട് എന്റെ കൊല്ലം മുഴുവൻ പോയത്. മനസ്സിലായോ? ഇടയ്ക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. പിന്നെ മൃദംഗം പഠിച്ച അത് കച്ചേരികൾക്കൊക്കെ വായിക്കാറുണ്ട്. കോയമ്പത്തൂർ, മദ്രാസ്, പാലക്കാടൊക്കെ പോയി പഠിച്ച് അത് കച്ചേരികൾക്ക് വായിക്കാറുണ്ട്. ഈ ചാനൽ തുടങ്ങുന്നത് നമ്മുടെ അക്കൗണ്ടൻസിക്കാണ്. അതാണല്ലോ മെയിനായിട്ട് ആദ്യം എടുത്തത്. ബാക്കിയുള്ള കാര്യമൊക്കെ പിന്നെ ആലോചിക്കാം. ഓക്കെ, നോക്ക്, ശ്രദ്ധിച്ചോളൂ. ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ കണക്ക്, അക്കൗണ്ട് എഴുതുമ്പോ 2 പ്രാവശ്യം എഴുതാം. സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം എഴുതി വയ്ക്കും. ആരുടെങ്കിലും ഗുഡ്സ്, സാധനങ്ങള് നമ്മൾ വാങ്ങിയാൽ ഇന്ന ആളുടെ വക്കരുന്ന് സാധനം വാങ്ങി എന്ന് എഴുതി വയ്ക്കും. അതാണ് സിംഗിൾ എൻട്രി. അത്രയും മനസ്സിലാക്കണ്ടുള്ളൂ. അല്ലാതെ വലിയ എന്തൊക്കെയാണ് എന്നൊന്നും വിചാരിക്കണ്ട. ഡബിൾ എൻട്രി എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം എഴുതി വയ്ക്കും. ഒന്ന്, പൈസ കൊടുത്ത് വാങ്ങിയാൽ ആ പൈസയുടെ കണക്ക്, അതൊരു അക്കൗണ്ട്, അത് എഴുതി വയ്ക്കും.
പൈസ കൊടുത്ത് വാങ്ങിയാൽ എന്ത് വാങ്ങി എന്നുള്ളതിന്റെ കണക്ക്. പൈസ കൊടുത്ത് വാങ്ങിയാൽ പൈസയുടെ അക്കൗണ്ട്, ഇത്ര രൂപയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞ് ആ ക്യാഷിന്റെ അക്കൗണ്ട്. പിന്നെ വാങ്ങിയ സാധനത്തിന്റെ അക്കൗണ്ട്. വാങ്ങിയ സാധനത്തിന് ഗൂഡ്സ് എന്ന് പറയും. ഗൂഡ്സ് എന്ന് പറയുന്നതിന് പകരം ഗൂഡ്സ് വാങ്ങിക്കുമ്പോ പർച്ചേസസ് അക്കൗണ്ട് എന്നാ ഒന്ന് എഴുതാം. മനസ്സിലായോ? അപ്പൊ ഇവിടെ പറയാനുള്ളത് ആദ്യം എഴുതുമ്പോ, ആദ്യം ക്യാഷിന്റെ അക്കൗണ്ട് എഴുതുമ്പോ അത് ഡെബിറ്റ് ചെയ്യും എന്ന് പറയും. ഡബിൾ എൻട്രിയില് ഡെബിറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ പേടിക്കുക വേണ്ട. ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് എനിക്കൊരു ആദ്യം കോളേജിൽ ചേർന്ന് 2-3 മാസം മനസ്സിലായിരുന്നില്ല, ഒന്നുമില്ല. ഇത് ആദ്യത്തെ ദിവസം നമ്മള് പഠിക്കാൻ ആ ദിവസം തന്നെ, ആ മോമെന്റിൽ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇടത് ഭാഗത്ത് എഴുതണം. ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇടത് ഭാഗത്ത് എഴുതണം എന്നുള്ളത് എന്തോ ഒരു പ്രയാസം. അത് ഇടത് ഭാഗത്ത് എഴുതാമെന്ന് അർത്ഥം അതിന്റെ കണക്ക്. അത് അക്കൗണ്ടിൽ എങ്ങനെ വരുമെന്ന് കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. വെരി ഈസി. ചുരുക്കം പറഞ്ഞാൽ ഇത് വെരി വെരി ഈസിയാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെയോ ആ സാധനത്തിന്റെ കണക്ക് മനസ്സിലായോ? ക്യാഷിന്റെ കണക്ക് ഇടത് ഭാഗത്ത്, ആ സാധനത്തിന്റെ കണക്ക് വലത് ഭാഗത്ത്. അതിനെ ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇടത് ഭാഗത്ത് എഴുതുന്നതിനെ ഡെബിറ്റ് ചെയ്യുക, വലത് ഭാഗത്ത് എഴുതുന്നതിനെ ക്രെഡിറ്റ് ചെയ്യാന്ന് പറയും. അത് എല്ലാവരും അങ്ങനെ തന്നെ. അതിന് അതിൻ്റെതായ റൂളുണ്ട്. ആ റൂള് പഠിക്കണം, അത്രേ ഉള്ളൂ. ഡെബിറ്റ് ചെയ്യാന്ന് ഇപ്പൊ ഒന്നേ മനസ്സിലാക്കണ്ടോ നിങ്ങൾ ഈ എപ്പിസോഡില്? ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇടത് ഭാഗത്ത് എഴുതാം, ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലത് ഭാഗത്ത് എഴുതാം. മനസ്സിലായോ? അത് അക്കൗണ്ടിന്റെയും ജേണലിന്റെയും അങ്ങനെ തന്നെയാണ്. ജേണൽ എന്നൊന്നുണ്ട്. ജേണൽ ഈസ് എ ഫസ്റ്റ് ബുക്ക് ഓഫ് എൻട്രി. ഫസ്റ്റ് ബുക്ക് ഓഫ് എൻട്രീസ്. എൻട്രി എഴുതുന്നതിന്റെ ഫസ്റ്റ് ബുക്കാണ് ജേണൽ. അതില് എൻട്രി എഴുതുന്നതിന്റെ ജേണൽ എൻട്രീസ് എന്ന് പറയും. അതൊക്കെ പിന്നെയും പറഞ്ഞുതരാം. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ജേണൽ കഴിഞ്ഞിട്ടുള്ള അക്കൗണ്ട്, പ്രത്യേകം അക്കൗണ്ട്. ജേണലിൽ എഴുതിയാലും അക്കൗണ്ടിൽ എഴുതിയാലും ആദ്യം ഡെബിറ്റ് ചെയ്യുക, പിന്നെ ക്രെഡിറ്റ് ചെയ്യുക. ഒരു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ഒരു അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ അതെന്താ, ഒരു അക്കൗണ്ടിന്റെ ഇടത് ഭാഗത്ത് എഴുതാം, വേറെ അക്കൗണ്ടിൽ വലത് ഭാഗത്ത് എഴുതാന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വെറുതെ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ട് അത് മനസ്സിലായിരുന്നില്ല ഞങ്ങൾക്കൊന്നും. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അറിയല്ലോ. ഇന്ന് ഇംഗ്ലീഷ് അറിഞ്ഞവർക്കും ഇത് ആദ്യം തൊട്ട് വിശദമായി പറഞ്ഞു കൊടുത്തപ്പോഴേ മനസ്സിലായിരുന്നുള്ളൂ. നിറയെ പേര് എല്ലാ തരക്കാരും പഠിച്ചു പോയതാ. മനസ്സിലായോ? അതെന്താന്ന് കാണി. ഇവിടെ ശ്രദ്ധിക്കൂ. Debit means left hand side, ഇടത് ഭാഗം. Debit means ഇടത് ഭാഗം, left. Credited, CREDIT, credited means വലത് ഭാഗം. റൈറ്റ്. അപ്പൊ എന്താ, ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇടത് ഭാഗത്ത് എഴുതാം, ജേണലിന്റെ അല്ലെങ്കിൽ ലെഡ്ജറിന്റെ. ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ജേണലിന്റെ അല്ലെങ്കിൽ ലെഡ്ജറിന്റെ വലത് ഭാഗത്ത് എഴുതാം. ബുക്കിൽ ഡെബിറ്റ് മീൻസ് ടു റൈറ്റ് സംതിങ് ഓൺ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമുക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി ജേണലിന്റെയും ഇടത് ഭാഗത്ത് തന്നെയാണ് ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. അതേപോലെ ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ജേണലിന്റെയും വലത് ഭാഗത്ത് തന്നെയാണ് എഴുതേണ്ടത്. ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ജേണൽ ആസ് വെൽ ആസ് ലെഡ്ജർ. ജേണലിലും ലെഡ്ജറിലും റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നെയാണ് ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാലോ ജേണലിലും ലെഡ്ജറിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നെയാണ് എഴുതേണ്ടത്. അത് മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. അതിന് ഉദാഹരണം ഇപ്പൊ ജേണൽ എന്ന് പറഞ്ഞാൽ അതങ്ങനെയാണ്, വെറുതെ റഫായിട്ട്. ഡെബിറ്റ് ക്രെഡിറ്റ് എന്നാണ് അർത്ഥം. അവിടെ പെർട്ടിക്കുലേഴ്സ് എന്ന് വരും. അതൊക്കെ പിന്നെ പഠിപ്പിക്കാം. അപ്പൊ ജസ്റ്റ് അത് എന്താണ് ഒരു രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നോക്കിക്കോളൂ. ഇപ്പൊ ജേണലിന്റെ ഇത് ജേണൽ,
JOURNAL, ജേണൽ. ജേണൽ ഈസ് ഫസ്റ്റ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. എൻട്രീന്റെ ഫസ്റ്റ് ബുക്കാണ്. നോക്കൂ, ആദ്യം ജേണലിലാണ് എഴുതുന്നത്. ജേണലിൽ എഴുതിയിട്ട് ലെഡ്ജറിൽ എഴുതുള്ളൂ. ഇതൊക്കെ വെറുതെ ഒരു അവതരണം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വെരി ഡീറ്റെയിലി എടുക്കും, വെരി ബിഗിനിങ് എടുക്കും. നോക്കൂ, അപ്പൊ ഇതിന്റെ ആണ് ഡെബിറ്റ്. എമൗണ്ട് കോഡാണ് ഇത്. എമൗണ്ട് ജേണൽ. ജേണലിലെ പർട്ടിക്കുലേഴ്സ് ഡെറ്റർ റിട്ടേൺ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള അർത്ഥം. നോക്കൂ, അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞാൽ അർത്ഥം ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ എന്താണ് ക്യാഷ് അക്കൗണ്ട്? എത്ര രൂപ? ഒരു 1000 രൂപ മതി. രൂപ വേണ്ട, ഒരുപാട് രൂപ എഴുതിയിട്ട് കാര്യമൊന്നുമില്ല, അത് മനസ്സിലാവുകയേ വേണ്ടു. ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ടിന് ഇപ്പൊ ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇടത് ഭാഗത്ത് എഴുതി. നോക്കൂ, ഇവിടെ എന്താ ഇടത് ഭാഗം എന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് ഏതാ? ഇതിനെ സംബന്ധിച്ചിടത്തോളം, ക്രെഡിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡെബിറ്റ് ഇടത് ഭാഗമല്ലേ. ഈ എമൗണ്ട് കോളങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്ത് പറയുമ്പോ ഇതാ, ഈ ക്രെഡിറ്റ് കോളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡെബിറ്റ് കോളം ഇടത് ഭാഗമാണ്. അപ്പൊ ഇടതിൽ എഴുതി. ഇനിയോ ക്യാഷ്. ക്യാഷ് കിട്ടി. ക്യാഷ് നമ്മള് എവിടെന്നാ വാങ്ങിയത്? ബാങ്കിൽ നിന്ന്. അതായത് റോഡൊക്കെ പിന്നെ പറഞ്ഞുതരാം. ബാങ്കിൽ നിന്ന് നമ്മൾ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് വരും. ടു ബാങ്കിന് ക്രെഡിറ്റ് ചെയ്യാന്നർത്ഥം. അതും 1000 തന്നെ. അപ്പൊ 2 പ്രാവശ്യം എഴുതി. ആദ്യത്തെ പ്രാവശ്യം എഴുതുമ്പോ ഡെബിറ്റ് ചെയ്യാം, രണ്ടാമത്തെ പ്രാവശ്യം എഴുതുമ്പോ ക്രെഡിറ്റ് ചെയ്യാം. ഇതിങ്ങനെ വരാനുള്ള കാരണമൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ പഠിപ്പിക്കും. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ 1000 ടു ബാങ്ക് അക്കൗണ്ട് 1000. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളം ഷുഡ് ബി റിട്ടേൺ വിത്ത് സെയിം എമൗണ്ട്. ഒരേ എമൗണ്ട് എഴുതണം. ഡെബിറ്റിലും ക്രെഡിറ്റിലും ഒരേ എമൗണ്ട് വരണം. അപ്പല്ലേ 2 പ്രാവശ്യം 2 അക്കൗണ്ടിൽ വരുന്നു എന്നുള്ള അർത്ഥം. മാത്രമല്ല, നമ്മുടെ കയ്യിൽ കിട്ടിയത് 1000, ബാങ്കുകാരിൽ തന്നതും 1000. അതിലെങ്ങനെ വ്യത്യാസം വരാം? അതിനൊന്നും നിങ്ങൾക്ക് സംശയം വരാൻ ചാൻസ് ഇല്ല. അപ്പൊ 2 അക്കൗണ്ടിലും ഒരേ എമൗണ്ട് വരും. മനസ്സിലായോ? ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അതാണ് ഡെബിറ്റ് ക്രെഡിറ്റ്. ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഇടത് ഭാഗം. ക്രെഡിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇടത് ഭാഗം. ഈ ഡെബിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലത് ഭാഗം. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം എഴുതുമ്പോ അത് ഇടത് ഭാഗത്തും രണ്ടാമത്തെ പ്രാവശ്യം വലത് ഭാഗത്തും എഴുതും. ഓരോ ട്രാൻസാക്ഷനും ഓരോ ഇടപാടുകൾക്കും 2 പ്രാവശ്യം എഴുതും എന്നുള്ളതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിങ്ങനെ എക്സാമ്പിൾ എഴുതിക്കൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, ആവശ്യമില്ല. അത് റൂള് പഠിപ്പിച്ചിട്ടേ ചെയ്യുള്ളൂ. അടുത്ത എപ്പിസോഡിൽ റൂള് പഠിപ്പിക്കും, റൂളൊക്കെ പഠിപ്പിക്കും. താങ്ക് യു വെരി മച്ച്. എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓപ്പൺ ആയിട്ട് എഴുതിക്കോളൂ. അതിനുള്ള മറുപടി സന്തോഷമായിട്ട് ഞാൻ പറയാം. ഓക്കെ, സി യു.